ഇതില് എന്താണ് ഇപ്പൊ എന്താ നിങ്ങള് ഒന്നും ഇവിടെ ചർച്ച പറയാനില്ല. ചെയ്യണ കാര്യം തന്നെ ചർച്ച ചെയ്യണ ഒന്നും കാര്യം പറയാനില്ല. തന്നെ അല്ല ചർച്ച ചെയ്യണ കാര്യം തന്നെ വളർത്തുമകന്റെ ഭാര്യ പറഞ്ഞാണല്ലോ. വളർത്തുമകന്റെ ഭാര്യ വളർത്തുമകന്റെ ഭാര്യയെ അല്ലായിരുന്നു കല്യാണം സൈനബ്. കഴിക്കാൻ അദ്ദേഹത്തിന്റെ ഈ പ്രവാചകന്റെ ചെറുപ്പകാലം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ അതിന് അമ്മായിയുടെ മകളാണ്. അതിന് കൂടെ 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 തന്നെ കളിച്ചു വളർന്ന ആളാണ്. അപ്പൊ പിന്നെ അത് ഇനി വേറെ ഒരാളെ ഒരാളുടെ ഭാര്യ. വളർത്തുമകനെ അല്ല അദ്ദേഹത്തെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവോ? ഉണ്ടാകും. കാരണം വീട്ടിൽ തന്നെ എങ്ങനെ? ഇരിക്കുമല്ലോ. ആ സ്ത്രീ വേറെ എവിടെയും പോകത്തില്ല. വീട്ടിൽ തന്നെ ഇരിക്കും. ഏത് സമയത്തും വേണമെങ്കിൽ ആ സ്ത്രീയുടെ അടുത്തേക്ക് പോകാം. പുത്രനില്ലാതിരിക്കുന്ന സമയത്ത് തന്നെ അവളെ തുണിയില്ലാതെ കാണാം. അങ്ങനെ ആ സ്ത്രീയെ വീട്ടിൽ തന്നെ അല്ല വേറെ അല്ല വല്ലവരുടെയും അടുത്ത് ഇതല്ലേ പോയി പറഞ്ഞത്, കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ അറിയത്തില്ലല്ലോ. കളിച്ചു വളർന്ന ഒരു അതിന് ഒരു ആളാണ്. അതിനെ പിന്നെ അതിന് അവർക്ക് കല്യാണം കഴിക്കണേ അപ്പൊ തന്നെ കല്യാണം കഴിച്ചൂടായിരുന്നോ? ഇനി പിന്നെ വേറൊരാളെ കല്യാണം പറ്റത്തില്ലായിരുന്നു. കഴിപ്പിച്ചിട്ട് പറ്റത്തില്ല എന്ത് ബ്രദറെ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കണം. ആ സമയത്ത് ഖദീജ എന്താണ്? ജീവനോടെ ഉണ്ട്. അതുകൊണ്ട് ഖദീജ ജീവനോടെ ഇരിക്കുമ്പോൾ മുഹമ്മദിന് അങ്ങോട്ടും ഇങ്ങോട്ടും മര്യാദയ്ക്കൊന്ന് വേറൊരു സ്ത്രീയെ നോക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എവിടെ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ എവിടെ? എവിടെയെങ്കിലും മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഖദീജ ജീവനോടെ ഉള്ളപ്പോൾ ഉം. മുഹമ്മദ് ഏത് നിക്കായാ കഴിച്ചേ? അല്ല ഇങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഖദീജ അങ്ങനെ ഒരു ജീവനോടെ വല്ല ഇരിക്കുമ്പോൾ മുഹമ്മദ് നിക്കാഹ് കഴിച്ച സ്ത്രീയുടെ പേര് പറഞ്ഞേ. അല്ല അതിപ്പോ പല കാരണങ്ങളും ഉണ്ടാവുമായിരിക്കുമല്ലോ. അല്ല ഇങ്ങനെ പറയൂ. കല്യാണം ഒരു കഴിക്കാൻ ഒരു പാടില്ലായിരുന്നു. കാര്യം കാരണം പറയൂ. ഉം. ഇപ്പൊ അതിന് ഓരോ കാരണങ്ങളുണ്ടല്ലോ. ഓരോ അതാ ഞാൻ ചോദിച്ചേ. ഇതിനും കാരണം ഓരോ പറയൂ. കാരണങ്ങളുണ്ട്. കാരണം പറയൂ. ഈ പ്രവാചകൻ കല്യാണം കഴിച്ചത് ഒരു സ്ത്രീയെ പോലും മുൻപ് കല്യാണം കഴിക്കാത്ത ഒരാൾ മാത്രമാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ആയിഷ അതിന് റളിയല്ലാഹു അൻഹ മാത്രമാണ് അതിന് കഴിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരെ ബാക്കിയുള്ളവർ അവരുടെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഭർത്താക്കന്മാരെ കൊന്നിട്ടല്ലേ അല്ലെങ്കിൽ നിക്കാഹ് ചെയ്തത്. അല്ല 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 സഫിയ ബിൻ അത് ഹുനൈനെ നിങ്ങൾ മുഹമ്മദ് എന്താണ് ചെയ്തത്? അവക്ക് യുദ്ധകാലം അനുവദിച്ചായിരുന്നു. അതല്ലേ പറഞ്ഞത്. അത് കൊന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് കല്യാണം കഴിക്കാൻ വേണ്ടി കൊന്നതാണെന്നാണ് നിങ്ങൾ പറയണത്. ഏ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു കൊന്നെന്നാണ് പറയുന്നത്. ഒരുത്തന്റെ ഭർത്താവിനെ ഈ കിനാനയെ കൊന്നു. അവളുടെ കിനാനയെ അവളുടെ കൊന്നത് കല്യാണം സഹോദരനെ കഴിക്കാൻ കൊന്നു. വേണ്ടിയാണെന്നുള്ളതിന് തെളിവുണ്ടോ? കൊള്ളയടിച്ചല്ലോ അവരെ എല്ലാവരെയും. ആ ഇല്ല കൊള്ള മുതലാണ്. കൊള്ളയടിക്കാനുള്ള തെളിവുണ്ടോ? അല്ല നിങ്ങൾ ഈ തെളിവിന്റെ സഫിയ ബിൻ ആൾക്കാരാണല്ലോ. ഹുനൈൻ തെളിവ് പറഞ്ഞുകൊണ്ട് സഫിയ പറയാം ബിൻ സുഹൃത്തെ. ഹുനൈൻ സഫിയ ബിൻ ഹുനൈൻ ഉം. കൊള്ളയായിരുന്നോ? സഫിയ ബെന്നോനെ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ആളാണ്. അത് യുദ്ധം ചെയ്തത് മറ്റു കാരണങ്ങൾക്കാണ്. കല്യാണം കഴിക്കാൻ വേണ്ടിയാന്നുള്ളതിന് എന്തെങ്കിലും അവിടേക്ക് തെളിവുണ്ടോ? ഞാനിപ്പം പോകാം. മറ്റു കാരണങ്ങളൊക്കെ ആ. പോട്ടെ. ഈ സ്ത്രീയെ ഉം. മുഹമ്മദ് ഇത് വേറൊരാൾക്ക് ആണല്ലോ ആദ്യം കൊടുത്തത്. ശരിയല്ലേ? ആരെ ആരെ സഫിയ ബിൻ ഹുനൈനെ വേറെ ഒരാൾക്കല്ലേ ആദ്യം കൊടുത്തത്. അത് യുദ്ധത്തിൽ കിട്ടിയതാണെന്നല്ലോ. യുദ്ധത്തിൽ യുദ്ധത്തിൽ കിട്ടി കിട്ടിയപ്പോഴാണ് വേറെ കൊടുത്തത്. ഒരാൾക്ക് അല്ല. കൊടുത്തു. ആ. വേറെ ഒരാൾക്ക് കൊടുത്തു. അത് കൊടുത്തതിന് ശേഷം കൊടുത്തു. അവിടെ ശരി. ഉണ്ടായിരുന്ന സഹാബിമാര് വന്നിട്ട് ഈ മുഹമ്മദിനോട് പറയുന്നു, താങ്കൾ ഇത് ചെയ്തത് ശരിയല്ല. കാരണം ഇവള് ഭയങ്കര സുന്ദരിയായിട്ടുള്ള സ്ത്രീയാണ്. ഇത് സുന്ദരിയായിട്ടുള്ള സ്ത്രീ താങ്കൾക്ക് എന്നല്ല വേണ്ടിയിട്ട് പറയുന്നത്. എന്ത് അവര് എന്ത് അല്ല അങ്ങനെയല്ല പറയുന്നത്. ഞാൻ അവര് ഞാൻ വലിയ വായിക്കാം. സ്ഥാനത്തുള്ള അവരുടെ നിക്ക്. നേതാവായിട്ടുള്ള ആ അതിന്റെ ആളാണ്. സ്ഥാനം, അതുകൊണ്ടാണ്. നേതാവ്, അതെല്ലാം. ബ്രദർ ആ ഹദീസ് വായിച്ചിട്ടുണ്ടോ? സഫിയ ബിൻ ഹുനൈന്റെ നിങ്ങൾ തന്നെ ബലാത്കാരത്തെ വിഷയത്തിൽ താങ്കൾ വായിച്ചിട്ടുണ്ടോ? ഇതിപ്പോ ഇത് ഞങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ തന്നെയാണല്ലോ വായിച്ചുകൊണ്ടിരിക്കണത്. ഇപ്പൊ നിങ്ങൾ ഉം. ഇവിടെ വന്നിരുന്നാൽ മതി, കുറച്ചു നേരം കേൾക്കാൻ പറ്റുമല്ല. നിങ്ങളെ അപ്പൊ ഡിസ്റ്റോർട്ട് പഠിക്കുന്നുണ്ട് ചെയ്യണ ഞങ്ങളുടെ ഇവിടെ ഇതാണ് നമ്മൾ. വന്നിട്ട്. അല്ല ഞങ്ങളുടെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഡിസ്റ്റോർട്ട് ചെയ്ത് പഠിക്കുന്നുണ്ട് കേട്ട് താങ്കള്. നമുക്ക് നേരത്തെ ജമാലുദ്ദീൻ പറഞ്ഞ മാതിരി ചിരിച്ചോണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ പണി സത്യത്തില്. ചിരിക്കാനല്ലാതെ ഇനി എന്തിനു ചെയ്യാൻ പറ്റും? അവഹേളനം അല്ല, നിങ്ങൾ ഇങ്ങനെ ടോപ്പിക്കിലേക്ക് അവഹേളനം ബ്രദറെ, നടത്തി. ടോപ്പിക്കിലേക്ക്. പറഞ്ഞോളൂ ടോപ്പിക്ക്. പറഞ്ഞോളൂ. ടോപ്പിക്ക് സഹി നിങ്ങൾ ഡൈവേർട്ട് ചെയ്യണത്. ടോപ്പിക്ക് സഹി മുസ്ലിം 1365 ആ ഭാഗത്താണ് ഈ ഖൈബർ യുദ്ധത്തിന്റെ വിഷയമൊക്കെ പറഞ്ഞു വരുന്നത്. ഈ ഖൈബർ യുദ്ധത്തിന്റെ വിഷയത്തിലാണ് ആദ്യം ഈ സഫിയയുടെ കാര്യം ആദ്യമായിട്ട് വരുന്നത്. അതിന്റെ സഹി മുസ്ലിം 1365 പറയുന്നത്, ഖൈബർ ഈസ് റൂയിൻഡ്, ഖൈബർ നശിച്ചു. ആൻഡ് വെൻ വി ഗെറ്റ് ഡൗൺ ഇൻ ദ വാലി ഓഫ് എ പീപ്പിൾ, ഈവിൾ ഈസ് ദ മോർണിംഗ് ഓഫ് ദ warned ones. He repeated it thrice. In the meanwhile, the people went out for their work and said, By Allah, Abd al-Aziz or some of our companions said, Muhammad and the army have come. He said, We took the territory of Khyber by force, and there were gathered the prisoners of war. അപ്പം എല്ലാ യുദ്ധ തടവുകാരെയും അവിടെ കൂട്ടിക്കൊണ്ടുവന്നു. There came Dihya, and he said, Messenger of Allah,
ബെസ്റ്റോ അപ്പോൺ മീ എ ഗേൾ ഫ്രം എമംഗ് ദ പ്രിസണേഴ്സ്. അപ്പം ദിഹിയ പറഞ്ഞു, യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ഈ ഏതെങ്കിലും ഒരു സ്ത്രീയെ എനിക്ക് തരാൻ. ഹീ സെഡ്, ഗോ ആൻഡ് ഗെറ്റ് എനി ഗേൾ. നീ പോയി ഏത് സ്ത്രീയെ വേണമെങ്കിലും പോയി എടുത്തോ. ഹി മെയ്ഡ് എ ചോയ്സ് ഓഫ് സഫിയ ഡോട്ടർ ഓഫ് ഹുയൈ ബിക് ഖതാബ്. അപ്പം ദിഹിയ എടുത്ത സ്ത്രീയാണ് സഫിയ. വേറൊരാൾക്ക് കൊടുത്തു, നീ പോയി എടുത്തോ എന്ന് പറഞ്ഞു. ദിഹിയ എടുത്ത സ്ത്രീയാണ് സഫിയ. ഓക്കെ. മുഹമ്മദിന് ഇച്ചിരെങ്കിലും അന്തസ്സും ആഭിജാത്യവും എന്തെങ്കിലും പറയാനുണ്ടായിരുന്നുവെങ്കിൽ പറഞ്ഞ കാര്യം പിന്നെ പിൻവലിക്കത്തില്ല. പക്ഷേ എന്ത് പറ്റി? ദർ കെയിം എ പേഴ്സൺ ടു അല്ലാസ് അപ്പോസ്റ്റൽ ആൻഡ് സെഡ്. അപ്പോൾ ഒരു പുരുഷൻ വന്നിട്ട്, ഒരു വ്യക്തി വന്നിട്ട് മുഹമ്മദിനോട് ഇങ്ങനെ പറഞ്ഞു, അപ്പോസ്റ്റൽ ഓഫ് അല്ല, യു ഹാവ് bestowed സഫിയ ബിൻ ഹുയൈ ദ ചീഫ് ഓഫ് ഖുറൈസ അൽ നാദിർ അപ്പോൺ ദിഹ്യ ആൻഡ് ഷീ ഈസ് വർതി ഓഫ് യു ഓൺലി. താങ്കള് ഈ സഫിയ ബിൻ ഹുയൈൻ അവളെ ദിഹിയയ്ക്ക് കൊടുത്തു, പക്ഷേ ഇത് താങ്കൾക്ക് ഗുണപ്പെട്ട സാധനമാണെന്ന്. ഷീ ഈസ് ഓൺലി വർതി ഫോർ യു. അപ്പോഴത്തേക്കിനും മുഹമ്മദിന് പറ്റിയ ആ ചതി മുഹമ്മദിന് മനസ്സിലായി. മുഹമ്മദ് എന്ത് ചെയ്യുന്നു? ഹീ സെഡ്, കോൾ ഹിം എലോങ് വിത്ത് ഹെർ. അവളെയും വിളിക്കാൻ, അവനെയും വിളിക്കാൻ, രണ്ടുപേരെയും വിളിക്കാൻ. സോ ഹി കെയിം എലോങ് വിത്ത് ഹെർ വെൻ അല്ലാഹ്സ് അപ്പോസ്റ്റൽ സോ ഹെർ. മുഹമ്മദ് അവളെ കണ്ടപ്പോൾ, സോ ഹെർ, ഹീ സെഡ്, ടേക്ക് എനി അതർ വുമൻ ഫ്രം എമംഗ് ദ പ്രിസണേഴ്സ്. കൂട്ടത്തിലുള്ള ഏതെങ്കിലും സ്ത്രീയെ നീ എടുത്തോ. മുഹമ്മദിന് അവളോടുള്ള താല്പര്യം പിന്നെയും ജനിച്ചു. സ്ത്രീകൾ ഉണ്ടാകാതിരുന്നിട്ടല്ല, അവളെ കണ്ടപ്പോൾ ആ അട്രാക്ഷനിലൂടെയാണ് മുഹമ്മദ് ഈ കാര്യം പറയുന്നത്. ടേക്ക് എനി അതർ വുമൻ ഫ്രം എമംഗ് ദ പ്രിസണേഴ്സ്, ഹീ സെഡ്. The prophet then granted her emancipation and nikahd her. Thabit said to him, അബു ഹംസ. അപ്പം അപ്പോഴത്തേക്കിനും മുഹമ്മദ് അവളെ നിക്കാഹ് ചെയ്തു. ഇവൾക്ക് ഇദ്ദാക്കാലം അനുവദിച്ചു കൊടുത്തിട്ടില്ല, വെയിറ്റിംഗ് പീരീഡ് കൊടുത്തിട്ടില്ല, അവളെ നിക്കാഹ് കഴിച്ചു. അബു ഹംസ, ഹൗ മച്ച് ഡൗറർ ഡിഡ് ഹി ഗേവ് ഹർ. അപ്പം ചോദിക്കുകയാണ്, അബു ഹംസ ഇവക്ക് മെഹറായിട്ട് എന്താ കൊടുത്തേ, ഡൗറർ എന്താ കൊടുത്തേ? He said, he granted her freedom and then married her. അവൾക്ക് ഫ്രീഡം കൊടുത്തിട്ട് അവളെ നിക്കാഹ് കഴിച്ചു. On the way, Sulaim embellished her and then sent her to him. അവളെ ഒരുക്കിയിട്ട് സലൈം നേരെ മുഹമ്മദിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. Sent her to him at night. ആ രാത്രി തന്നെ പറഞ്ഞു വിട്ടു. Allah's apostle appeared as a bridegroom in the morning. രാവിലെ ആയപ്പം പുള്ളി നല്ല സുന്ദരപ്പനായ നല്ല ഒരു ചുട്ടപ്പൻ ചെറുക്കനെ പോലെ പുള്ളി അവിടെ എത്തി. ബ്രൈഡ് ഗ്രൂമായിട്ട് പുള്ളി അവിടെ എത്തി. He said, he who has anything should bring that. എന്തെങ്കിലും ആർക്കെങ്കിലും തിന്നാനുണ്ടെങ്കിൽ, he who has anything to eat, ബ്രാക്കറ്റിനകത്താണ്, to eat should bring that. അപ്പോഴും പുള്ളി സ്വന്തം കൈ കൊണ്ടൊന്നും നിക്കാഹിന് വേണ്ടി സ്വന്തം കൈ കൊണ്ട് നാട്ടുകാർക്ക് ആഹാരമൊന്നും കൊടുക്കുന്നില്ല. പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ആരുടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ. ഓക്കെ. Then the cloth was spread. A person came with cheese. അപ്പോൾ ഒരാൾ കുറച്ച് ചീസ് കൊണ്ടുവന്നു. നമ്മുടെ ഈ നാട്ടിലെ പനീർ പോലത്തെ സാധനമാണ്. Another came with dates. കുറച്ച് ഈന്തപ്പഴം കൊണ്ടുവന്നു. And still another came with the refined butter. And they prepared, and that was the wedding feast of Allah's messenger. ഇതാണ് the whole situation. ഇനിയും ഈ സഫിയയുടെ വിഷയത്തിൽ നമ്മൾ കൂടുതൽ പഠിച്ചു വരുമ്പോൾ സഫിയയെ മുഹമ്മദ് എന്താണ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാകും. ഈ ഖൈബറും മദീനയും കണ്ടിന്യൂസ് ഇങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞു പോവാണോ? അല്ലെ, ഞാൻ ഒന്നാമത് നിങ്ങൾ വിഷയം മാറ്റിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അല്ലല്ല കാര്യം പിടികിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു വളർത്തുമാന്റെ ഭാര്യയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പറഞ്ഞ കാര്യത്തിൽ ഞാൻ അങ്ങനെ ഒരു ഡൈവേർട്ട് ചെയ്തുകൊണ്ടാണ് സഫിയയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ല അത് വെറുതെ പറയാൻ മാത്രം നിൽക്കണ്ട. ഇനിയിപ്പോ സഫിയുടെ കാര്യം പറഞ്ഞെങ്കിൽ ഞാൻ അതിലേക്ക് വരാം, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന, ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞു, എന്താ സയ്യിദ് നബി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെ തന്നെ കളിച്ചു വളർന്ന ആളായിരുന്നു.
അദ്ദേഹത്തിന് അതിന് കല്യാണം കഴിക്കണമെങ്കിൽ പണ്ടേ തന്നെ ആകാമായിരുന്നു. ഖദീജ ബീവി കഴിയത്തില്ലായിരുന്നു. എന്തെങ്കിലും അത്തരത്തിലുള്ള തിട്ടൂര ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിവിടെ തെളിയിക്കാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് പറ്റിയില്ല, നിങ്ങൾക്ക് രണ്ടും തിട്ടൂരം തെളിയിക്കാൻ ഇടേണ്ട പറ്റിയില്ല. ആവശ്യമില്ല. അപ്പൊ അവിടുന്ന് കൊണ്ടുവന്നതാണ് സഫിയ മുഹമ്മദിനെക്കാട്ടിലും റളിയല്ലാഹു ധനികയായിരുന്നു അൻഹയുടെ അവള്. കഥ. അതുകൊണ്ട് മുഹമ്മദിനെക്കാട്ടിലും ധനികയായിരുന്നു അതുകൊണ്ട് അവള്. അതുകൊണ്ട് ഭർത്താവായിരുന്നു എല്ലാ നിലയിലും. ഖദീജ ഭർത്താവിനെ അടങ്ങി ഒതുങ്ങി നല്ല മുഹമ്മദിനെക്കാട്ടിലും നിലയിൽ ജീവിച്ചായിരുന്നു. ധനികയായിരുന്നോ? ധനികയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവരെ ഒന്നുമല്ലാത്ത അവസ്ഥയിലായിരുന്നു അവസാന കാലമായപ്പോഴത്തേനും. അതറിയോ? ഈ പ്രവാചകന്റെ വാക്ക് കേട്ട് അദ്ദേഹത്തെ റെഫറൻസ് അതെ, വിശ്വസിച്ച് എല്ലാം മുടിപ്പിച്ചു. മുഹമ്മദ് എല്ലാം മുടിപ്പിച്ചു. നല്ല ഒരു ബിസിനസ് മുഹമ്മദ് മുടിപ്പിച്ചു. ആലോചിച്ചാൽ മതിയല്ലോ. ആലോചിച്ചാൽ മതി. മുടിപ്പിച്ചു. ഇത്തരം ഒരു ആദർശത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അതൊക്കെ ഏത് കളയേണ്ടി ആദർശം? വരും. നമുക്കിതൊന്നും അതാണ് ഏത് ഒരു ആദർശം? ഏകദൈവ വിശ്വാസം എന്നുള്ള ആദർശം. ഏകദൈവ വിശ്വാസമോ? നിങ്ങൾക്ക് എവിടെ ഏകദൈവ ആ വിശ്വാസം? അല്ലാണ്ട് പിന്നെ നിങ്ങൾ കല്ലിനെ 3 പേരെ നോക്കിയിട്ട് വിശ്വസിക്കണതാണ് ആ ഏകദൈവ വിശ്വാസം. കല്ലിനെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പാപമോചനം ഉണ്ടാകും. കല്ലിനെ നോക്കുന്നവൻ അള്ളാഹുവിന്റെ കയ്യെ വിശ്വസിക്കുന്ന കൈയാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് നിങ്ങൾക്ക് എവിടെ ഏകദൈവ വിശ്വാസം? നസ്രിൻ ബ്രദറെ, സൂറ നിങ്ങൾ ഇങ്ങനെ 38 ഡൈവേർട്ട് പറയുന്നത്. ചെയ്ത് കൊണ്ടുപോവാണ്. ഓക്കെ, ഞാൻ നിങ്ങളുടെ അല്ല, പുറകെ തന്നെ നിങ്ങൾ വരാം, പറയുന്ന കുഴപ്പമില്ല, ഓരോ എനിക്ക് വാക്കിനും ഞാൻ കുഴപ്പമില്ല. പിടിക്കും. ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന ഓരോ കല്ലിനെ വാക്കും ഞാൻ പിടിച്ച് പിടിക്കും. അല്ല, നിങ്ങളാണ് ഈ പോകുന്നത് പല സ്ഥലത്തും. ഓരോ എത്ര വാക്കും ഞാൻ സ്ഥലത്തൊക്കെ പിടിക്കും. കൊണ്ടുപോയെന്നൊന്നും അറിയില്ല. സെഫിയയുടെ അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അത് ഞാൻ ഇനി ചോദിച്ചു. നിങ്ങൾ സൗന്ദര്യം പറയുന്ന കണ്ട് ഓരോ വാങ്ങിയതാണോ എന്ന് വാക്കും പറഞ്ഞു. ഞാൻ പിടിക്കും. ഇല്ല, നിങ്ങള് അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇത്തരത്തിൽ, ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചുമ്മാ അവഹേളിക്കാൻ മാത്രം. എന്താ ഇങ്ങനെ അവഹേളന? റൂം കിട്ടുന്ന അല്ല, അറ്റ്ലീസ്റ്റ് ഈ കേറി എന്താണ് വരുന്നവർക്ക് ഒരു അവഹേളിച്ചതെന്ന് പറയൂ. എക്സ്പ്ലനേഷൻ കൊടുക്കാനെങ്കിലും നിങ്ങൾ നിങ്ങൾ എന്താണ് പറഞ്ഞു. അവഹേളിച്ചതെന്ന് ഫസ്റ്റ് പറയൂ അലിഗേഷൻ സഹോദര. ഞാൻ എണ്ണി പറഞ്ഞുതരാം. ഒന്ന് സമയം തരും എനിക്ക്. ഉം. സമയം തരും. എങ്ങനെ ഓരോന്നോരോന്നായിട്ട് പോകാം. അലിഗേഷൻസ് എന്താണ് അവഹേളിച്ചത്? ഓരോന്നോരോന്നായിട്ട് പറയാം. ആദ്യം തന്നെ പറയാം. നിങ്ങൾ പറയുന്നു ഇവിടെ വളർത്തുമകന്റെ ഭാര്യയെ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ വളർത്തുമകന്റെ ഭാര്യയിൽ ആകർഷകമായിട്ട് കല്യാണം കഴിച്ചു. വളർത്തുമകന്റെ ഞങ്ങൾ ഭാര്യ പറയുന്നതല്ല, ആദ്യം നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ പുസ്തകത്തിൽ എഴുതി അൽ വെച്ചിട്ടില്ല. അങ്ങനെ തബരി എഴുതി വെച്ചിട്ടില്ല. വോള്യം 8 ഒന്നാമത് പേജ് അൽ നമ്പർ തബരിയുടെ 4. അൽ തബരി മുസൽമാൻ അൽതബരി എന്ന് അല്ലായിരുന്നോ? പറയുന്നത് എന്ത് സുഹൃത്തെ, അൽതബരി തബരി എന്ന് പറഞ്ഞത് ഹദീസ് ഒന്നും അല്ല. മുസൽമാൻ അല്ലേ? അതൊരു ചരിത്ര ഗ്രന്ഥമാണ്. ചരിത്ര ഗ്രന്ഥം, ഗ്രന്ഥങ്ങളിൽ ഇസ്ലാമിക പലതും ചരിത്ര ഗ്രന്ഥം നിങ്ങൾ എടുക്കത്തില്ലേ? ഇത് നിങ്ങളുടെ ചരിത്ര ഗ്രന്ഥമാണ്. ഇസ്ലാമിക ചരിത്ര ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആനും ഹദീസുമാണ് ആധികാരികമായിട്ടുള്ളത്. ഏതെങ്കിലും ഹദീസിന്റെ ബലത്തിലാണ് നിങ്ങൾ തഫ്സീർ എടുത്ത് പറയുന്നത്, ഓക്കെ, തോട്ടിക്കളഞ്ഞോ? ശരിയാണ്. തഫ്സീർ തോട്ടികളൊന്നും ആരും പറഞ്ഞിട്ടില്ല സുഹൃത്തെ. ഇമാം ഞങ്ങൾ പറഞ്ഞത് ഖുർത്തുബിയുടെ തഫ്സീറിനകത്ത് ഇത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം, തബരി പറയുന്ന കാര്യം ഇമാം ഖുർത്തുബി എഴുതി വെച്ചിട്ടുണ്ട്. ഇമാം ഖുർത്തുബി ലോകത്തിലെ ഇസ്ലാമിക ലോകത്തിൽ ഹി ഈസ് ദ ജയന്റ് ഇസ്ലാമിക് സ്കോളർ. ഖുർത്തുബി കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ഇബൻ കത്തീറും അതുപോലെ തന്നെ ജലാലൈനും ഒക്കെ. ഹി ഈസ് ദ ജയന്റ് സ്കോളർ. ഇതൊന്നും ഹദീസുകളല്ല. അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ. ഹദീസുകളാണ് ഞങ്ങൾക്ക് പിൻപറ്റേണ്ട കാര്യമുള്ളൂ. മറ്റുള്ളതെല്ലാം ഞങ്ങൾ റെഫറൻസ് ഗ്രന്ഥങ്ങളാണ്. അത്തരത്തിൽ അതിൽ പല ഇത് എഴുതിയിട്ടുണ്ടാവും. ഇത് തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ തള്ളിക്കളയേണ്ടതായിട്ട് ഒരു കാര്യമില്ല. ഹദീസുകളും നിങ്ങൾ തള്ളുന്നുണ്ടോ? വായിച്ചാൽ എന്താണ്? നിങ്ങൾ ഹദീസ് വിശ്വസിക്കുന്നുണ്ടോ? ഞാനിപ്പോ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഹദീസ് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, 100% ഹദീസ് ഫുള്ള് ഇസ്ലാമിക പ്രാമാണിക ഗ്രന്ഥമാണ് ഹദീസുകൾ എന്ന് പറഞ്ഞാല്. ഓക്കെ, ഇസ്ലാമിക പ്രാമാണിക ഗ്രന്ഥമാണ്. ഏത് ഹദീസുകളാണ് നിങ്ങൾ എടുക്കുന്നതെന്നൊന്ന് പറയാമോ? നിങ്ങളോട് പറയണേ, നിങ്ങൾ ഏത് ഹദീസാണ് നിങ്ങൾ ARM ഫാൽക്കനെ താങ്കൾ ഏത് ഹദീസാണ് എടുക്കുന്നത്? ഏത് ഹദീസ് എന്ന് പറയാൻ ഇങ്ങനെ ഏതെങ്കിലും ഹദീസുകളാണോ? സ്വഹീഹായ എല്ലാ ഹദീസും സ്വീകരിക്കും. സ്വഹീഹായിട്ടുള്ള ഹദീസ് മാത്രമേ നിങ്ങൾ സ്വീകരിക്കത്തുള്ളൂ? ഹസനായിട്ടുള്ള ചെയിൻ ഓഫ് നറേഷൻ കറക്റ്റായി സനത് മുറിയാതെ ഉള്ള ഹസനായിട്ടുള്ള ഹദീസുകൾ നിങ്ങൾ എടുക്കത്തില്ല? സ്വഹീഹായ ഹദീസുകളാണ് സ്വീകരിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ ഈ തബ്രീർ ഹസനായിട്ടുള്ള ചെയിൻ മുറിയാത്ത ഹദീസുകൾ നിങ്ങൾ എടുക്കത്തില്ലെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? അങ്ങനെയുള്ള ഹദീസുകളാണെങ്കിൽ കൊണ്ടുവരും, നിങ്ങൾ കൊണ്ടുവന്നോളൂ. അപ്പൊ ഹദീസുകൾ ഏതും നിങ്ങൾ സ്വീകരിക്കും. ഹസനായിട്ടുള്ളതും സഹിയായിട്ടുള്ള ഹദീസുകളും നിങ്ങൾ സ്വീകരിക്കും. നിങ്ങളുടെ ഇസ്ലാമിക വീഡിയോസിൽ പറയുന്നത് ഈവൻ ദായിഫ് ആയിട്ടുള്ള ഹദീസുകളെ പോലും പാസിന്റെ കാറ്റഗറിയിലാണ് എടുക്കുന്നത്. അത് വെച്ചിട്ട് പോലും നിങ്ങൾക്ക് ഇസ്ലാമിക പ്രമാണങ്ങൾ, ഷറിയ നിയമങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നതാണ്. ഇനിയും ഈ വിഷയത്തെ പറ്റി
ഇത്രയുമേ എനിക്കൊരു പറയാനുള്ളൂ. റിക്വസ്റ്റ് ഉണ്ട് താങ്കളോട്. നിങ്ങളുടെ എനിക്ക് പണ്ഡിതന്മാര് നെസ്രേനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഒരു പോയിന്റിൽ നിന്ന് സംസാരിക്കും. ഇങ്ങനെ സ്പ്രെഡ് എല്ലായിടത്തും സ്കാറ്റർ ആവാണ് നിങ്ങൾ. എത്ര ടോപ്പിക്കുകൾ നിങ്ങൾ ഇപ്പൊ ഇതിനകം പറഞ്ഞത്? ശരി, ഏതെങ്കിലും ഒരു നമുക്ക് ഖുറാൻ പോയിന്റിൽ നിന്ന് മാത്രം എടുക്കാം. സംസാരിക്കുക. ഈ ആയത്തിന്റെ ഖുറാൻ മാത്രം എടുക്കാം. അല്ലെ മുഹമ്മദിന്റെ ഏത് വിഷമം തീർക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മുഹമ്മദിനെ ഈ സൈനബുമായിട്ട് നിക്കാഹ് ബന്ധം ചെയ്യിപ്പിച്ചു കൊടുത്തത്? ആ വിഷമം എന്താണെന്ന് പറയൂ. അങ്ങനെ ഒരു വിഷമത്തെ പറ്റി അതിൽ പറയുന്നില്ല. ഉറപ്പാണല്ലോ? എന്ത് വിഷമാണ് അതിൽ ഖുറാനിൽ പറയുന്നത്? ഖുറാനിൽ മുഹമ്മദിന് ഒരു വിഷമവും ഉണ്ട് എന്നുള്ള കാര്യം ഖുറാനിൽ പറയുന്നില്ല. ഉറപ്പാണല്ലോ? ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നുള്ള നിലയിലാണ് പറയുന്നത്. നമുക്കിപ്പോ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു പിതാവ് മകനെ വളർത്തുമ്പോ പറയുമല്ലോ, അല്ലെങ്കിൽ വായിക്കണം പോണ്ടേ? എനിക്ക് പുള്ളി ആദ്യം പറഞ്ഞു തീർക്കട്ടെ. ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വിഷമമാണോ? ബുദ്ധിമുട്ടെന്ന് പറയണമെങ്കിൽ മറ്റുള്ള എന്താണ്, നമുക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകരുതെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു തരത്തിലുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വിഷമങ്ങൾ ഒന്നും ഉണ്ടാകരുത്. അപ്പം ഇത്രയും കുറച്ചു നേരം മുൻപേ ബ്രദർ അല്ലേ പറഞ്ഞത് വിഷമം ഒന്നും അവിടെ എഴുതി വെച്ചിട്ടില്ലെന്ന്? ബ്രദർ അത് തിരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? വിഷമം എഴുതി വെച്ചിരിക്കുന്ന എവിടെയാണ് ഈ 31 പറഞ്ഞ? വിഷമം, ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് താങ്കൾ തന്നെ ഇപ്പം പറഞ്ഞു. വിഷമം തന്നെ ബുദ്ധിമുട്ടാണ് എന്ന് താങ്കൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ എഴുതി വെച്ചിട്ടില്ലെന്ന് ബ്രദർ ഈ കുറച്ചു നേരം മുൻപേ പറഞ്ഞായിരുന്നു. അത് തിരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതല്ലേ ഒരു അസൗകര്യങ്ങൾ മറ്റുള്ളവർ. ശരി, നമുക്കതൊന്ന് വായിച്ച് മുന്നിലോട്ട് പോകാം. പോണ്ടേ, അതൊന്ന് വായിച്ചു തരും ബ്രദർ. 33-37 ഓക്കെ, നിങ്ങൾ ഈ ഇതിൽ തന്നെ ഒന്ന് നിക്കണം കേട്ടോ. നമ്മൾ ആ വിഷയത്തിൽ തന്നെ നിൽക്കുക. ഇതിനകത്ത് കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ. മറുപടി പറയാൻ നിങ്ങൾ സമയം തന്നില്ല. ഇങ്ങനെ അവഹേളനം മാത്രമായിട്ട് തുടരല്ലേ? ഇത്രയും നേരം എന്തോ ഞാൻ അവഹേളിച്ചു? ഞാൻ എന്ത് അവഹേളിച്ചു? നിങ്ങൾ തെറി പറയൽ മാത്രല്ല സുഹൃത്തെ ചെയ്യണത്. എന്ത് തെറി പറച്ചിലാണ്? ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അതിന് ഒരു മറുപടി കൊടുക്കാൻ ഒരു അവസരം പോലും തരുവില്ല. ശരി, അതൊന്ന് നമുക്കൊന്ന് കേൾക്കാം. ARM ഫാൽക്കനെ നമുക്കതൊന്ന് കേൾക്കാം. പോണ്ടേ, അതൊന്ന് വായിച്ചേ. ആയത്തൊന്ന് വായിച്ചു. 37 എടുത്തു വെച്ചേക്കായിരുന്നു. വിഷമം കേട്ടപ്പോ നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്ത് തന്നെ നിർത്തുകയും അള്ളാഹുവെ നീ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനും നീ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനുമായ ഒരാളോട് നീ പറഞ്ഞിരുന്ന സന്ദർഭം അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം നിന്റെ മനസ്സിൽ നീ മറച്ചു അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം നീ നിന്റെ മനസ്സിൽ മറച്ചു വെച്ചു. ആദ്യമായിട്ടുള്ള ചോദ്യം, എന്താണ് അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന കാര്യം മുഹമ്മദ് എങ്ങനെ മനസ്സിൽ മറച്ചു വെച്ചു എന്നുള്ള കാര്യത്തിൽ താങ്കൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറയണം. അടുത്തത് വായിച്ചു പോകണ്ടേ? താഴോട്ട്. മറച്ചു വെക്കുകയും ജനങ്ങളെ നീ പേടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നീ പേടിക്കാൻ അർഹതയുള്ളവൻ അള്ളാഹുവാകുന്നു. സയ്യിദ് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ എന്താണ് സയ്യിദ് അവളിൽ നിന്നുള്ള ആവശ്യം നിറവേറ്റിയത്? സ്കോളർലി ഒപ്പീനിയൻ പറയണം, തഫ്സീറുകളിൽ നിന്ന് പറയണം. സ്വന്തമായിട്ടുള്ള അഭിപ്രായം എനിക്ക് വേണ്ട. അടുത്തത്. ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ അവളെ നാം നിനക്ക് ഭാര്യയാക്കി തന്നു. തങ്ങളുടെ ദത്തുപുത്രന്മാർ അവരുടെ ഭാര്യമാരിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ അവരെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾക്ക് യാതൊരു വിഷമവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം സത്യവിശ്വാസികൾ അവരുടെ ദത്തുപുത്രന്മാർ അവരുടെ ഭാര്യമാരിൽ നിന്നും ആവശ്യം നിറവേറ്റി കഴിഞ്ഞതിന് ശേഷം, ഈ ആവശ്യം എന്താണെന്ന് പറയണം, കഴിഞ്ഞതിന് ശേഷം അവരെ നിക്കാഹ് കഴിക്കുവാൻ യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിർദ്ദേശം തന്നിരിക്കുന്നത്. ഈ വിഷമം എന്താണ് എന്നുള്ള കാര്യവും ARM ഫാൽക്കൺ പറയുന്നു. ഒരൊറ്റ ആയത്തേ ഉള്ളൂ. ഇതിൽ നബിയുടെ വിഷമം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സത്യവിശ്വാസികൾക്ക് യാതൊരു വിഷമം ഉണ്ടായിരിക്കുക എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സത്യവിശ്വാസികളുടെ ഇത് എക്സാമ്പിൾ തരുന്നത് ആരുടെയാ? നബിയുടെ വിഷമം വേറെ ആയിട്ടുണ്ട്. നബിയുടെ വിഷമം നമുക്ക് എടുക്കണം. അതുകൂടെ ഒന്ന് വായിച്ചു, അല്ലെങ്കിൽ കൂട്ടത്തിൽ വായിച്ചു തരുമ്പോൾ. 33-50
വേണ്ട വേണ്ട, അല്ല അറിയാം. വായിക്കാം, അത് ഒന്ന് നെസറിനോട് അതൊന്ന് കൂടെ ഞാൻ കേൾക്ക്. നബിയുടെ മുന്നേ വിഷമം സംസാരിച്ചിട്ടുള്ളേ പറയുന്നത് കുറെ. നോക്കട്ടെ. നെസറിന്റെ അതൊരു അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുള്ള. അന്ന് ഒരു നെസറിൻ മിനിറ്റ്, ഇത് ഇങ്ങനെ നബിയുടെ ചാടി ചാടി വിഷമം കളിക്കുന്ന കേൾക്കാം. ഒരാളാണ്. ഒരു സ്ഥലത്ത് ഉറച്ചിക്കില്ല. വിഷമത്തിന്റെ അല്ലല്ല കാര്യത്തിൽ ഏതെന്നും പറഞ്ഞിട്ട് ഇപ്പൊ പോലെ അടുത്തയിലേക്ക് പോവാണ്. ബോണ്ടേ നമുക്ക് ഇവിടെ ഇല്ല ഇല്ല നിൽക്കാം. ഇല്ല ഇല്ല. എനിക്ക് ഫാൽക്കന് ഇത് പറ. എനിക്കറിയത്തില്ല ആ ആയത്ത്. ഒന്ന് വായിച്ച്. എനിക്കറിയത്തില്ല, ഞാൻ കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അതെന്താ ഈ ഫാൽക്കൻ ആദ്യം ഇത് നബിയുടെ പറ. വിഷമം എന്താ? ഞാൻ കേട്ടിട്ടില്ല, ഒന്ന് വായിക്കാമോ? ഞാൻ വായിക്കാം. ഖുറാനല്ലേ നമ്മള് ആ. ഇവിടെ തെളിയൊന്നും അല്ലല്ലോ വായിക്കുന്നത്, ഖുറാനല്ലേ വായിക്കുന്നത്. ഓക്കെ, തെറിവിളിയല്ലേ? നടക്കട്ടെ നടക്കട്ടെ. ഖുറാൻ മുഹമ്മദ് ദേ നബി മതനിന്ദ നടത്തുന്നു. ഖുറാൻ അയ്യോ, ഖുറാൻ വായിക്കുന്നത് വായിക്കുന്നതിന് മുമ്പ് തെറിവിളിയാണ്. തെറിവിളി എങ്ങനെയാ ഖുറാൻ നടന്നേ? വായിക്കുന്നത് അത് ഖുറാൻ നിങ്ങൾ വായിക്കുന്നത് വായിക്കുന്നത് തെറിവിളിയാണ് തെറിവിളിക്കാന്നേ. എന്ന് ARM അത് നിങ്ങൾ ഫാൽക്കൻ, ഇവിടെ വായിക്കുന്നത് തെറിവിളിക്കാണ് സുഹൃത്തെ. മുസൽമാനായ അത് ARM ഫാൽക്കൻ ആർക്കറിയില്ലേ? പറയുന്നത് ഖുറാൻ വായിക്കുന്നത് തെറിവിളിയാണ്, മതനിന്ദ. ഞങ്ങൾ അങ്ങനെ പറയത്തില്ല. മുസ്ലിങ്ങളെ എല്ലാം നിങ്ങൾ അവഹേളിച്ചതുകൊണ്ട് വായിക്കുന്നത് തെറിവിളിക്കാൻ വേണ്ടിയാണ്. അത് ആർക്കും അറിയാം. മുസ്ലിങ്ങളെ അതിപ്പോ എല്ലാം ഇതിവിടെ കാണാൻ അവഹേളിച്ചുകൊണ്ട് 365 ദിവസം. ഈ നസ്ലിം പണ്ട് ഞാൻ സിനിമയൊക്കെ വായിക്കാം. ഞാനത് ഒരു വായിക്കാം. വർഷം ഓടുന്നൊക്കെ പറഞ്ഞ അതിൽ ഞാൻ വായിക്കാം. 365 ദിവസമൊക്കെ ഇട്ട് ഞാൻ അത് ഓടിക്കുകയാണ്. കേൾക്കട്ടെ ARM ബ്രദറെ, ഞാൻ അതൊന്ന് വായിക്കാം. കേൾക്കട്ടെ. ഞാൻ വായിക്കാം. 33:50. നബിയെ, നീ വിവാഹമൂല്യം കൊടുത്തിട്ടുള്ള നിന്റെ ഭാര്യമാരെ നിനക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു നിനക്ക് അധീനപ്പെടുത്തി തന്ന കൂട്ടത്തിൽ നിന്റെ വലതു കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളെയും നിന്നോടൊപ്പം സ്വദേശം വിട്ടുപോകുന്നവരായ നിന്റെ പൃഥുവിന്റെ പുത്രിമാർ, നിന്റെ സഹോദരിമാരുടെ പുത്രിമാർ, നിന്റെ അമ്മാവന്റെ പുത്രിമാർ, നിന്റെ മാതൃ സഹോദരിയുടെ പുത്രിമാർ എന്നിവരെയും സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ തന്റെ ശരീരം നബിക്ക് ദാനം ചെയ്യുന്ന പക്ഷം നബി അവളെ വിവാഹം കഴിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതും, ഇത് സത്യവിശ്വാസികളെ കൂടാതെ നിനക്ക് മാത്രമായുള്ളതാകുന്നു. അവരുടെ ഭാര്യമാരുടെയും അവരുടെ വലതു കൈകൾ ഉടമപ്പെടുത്തിയവരുടെയും കാര്യത്തിൽ നാം നിയമമായി നിശ്ചയിച്ചത് നമുക്കറിയാം. ഇത് നിനക്ക് യാതൊരു വിഷമവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയാവുന്നു. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. കഴിഞ്ഞു. അപ്പൊ നമുക്ക് ആ വിഷമത്തിന്റെ കാര്യം ഒന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു. നമുക്ക് ഫസ്റ്റിലേക്ക് വരാം. 33, 37. ഞാൻ ചോദിച്ച ചോദ്യം ഓർമ്മയുണ്ടോ? ഇനി ഇവിടെ തന്നെ ആദ്യം എനിക്കൊരു ഉറപ്പ് വരണം, ഇതിൽ തന്നെ നിൽക്കണം. വേണമെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അടുത്ത ആയത്ത്, മറ്റേ ഇപ്പൊ ഒരു ആയത്ത് കൂടി നിങ്ങൾക്ക് എടുക്കാം. അതിൽ കൂടുതൽ വേറെ ഒരു വിഷയം നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് കൊണ്ടുവരരുത്. ഓക്കെ, അങ്ങനെ ഒരു ഇതിലാണ് സംസാരിക്കുക. അവിടെ നിൽക്കത്തുള്ളൂ. ഇത് പറയൂ. ഞാൻ ചോദിച്ച ചോദ്യം ഓർമ്മയുണ്ടോ? ചോദിച്ചോളൂ, ഇനിയും ചോദിക്കാലോ. ഞാൻ ചോദ്യത്തിന്റെ ഇടയ്ക്ക്, വായിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ചോദിച്ചു. അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം നീ നിന്റെ മനസ്സിൽ മറച്ചു വെച്ചു. അള്ളാഹു, നിങ്ങളുടെ പ്രപഞ്ച സൃഷ്ടാവ്, വെളിപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം വെളിപ്പെടുത്തുന്നതിന് മുൻപേ തന്നെ മുഹമ്മദ് എങ്ങനെയാണ് ഇത് ഹൃദയത്തിൽ മറച്ചു വെച്ചത്? മറുപടി പറയട്ടെ? പറയൂ. അതായത് എൻ്റെ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ കാര്യം അള്ളാഹു പുറത്തേക്ക് എന്നിലൂടെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. പക്ഷേ ഞാൻ ആ കാര്യം അതും മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കുകയാണ്. അപ്പോൾ അള്ളാഹു ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നീ ഇത് മറച്ചു വയ്ക്കാത്തത്? നീ എന്താ അള്ളാഹു അറിയിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം നീ എന്താ മറച്ചു വയ്ക്കണതെന്ന്. അതായത് ഞാൻ ആ കാര്യം ചെയ്യാതിരിക്കുന്നത്. അതായത് വളർത്തുമകൻ്റെ ഭാര്യയായിരുന്ന ഒരാളെ കല്യാണം കഴിക്കുന്നത് നല്ല ഒരു എന്താ പറയുക, അത് അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കല്യാണം കഴിക്കുന്നതിന് എന്തായിരിക്കും ആ ബുദ്ധിമുട്ട്? വളർത്തുമകനെ സ്വന്തം മകനായി കാണുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ആ സമൂഹത്തിന്. അപ്പോൾ അതിൻ്റെതായൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് എന്തായിരിക്കും വളർത്തുമകനെ സ്വന്തമായി മോറലി നാട്ടുകാരതിനെ മോറലി ഒരു തെറ്റായ രീതിയിൽ കാണും എന്നുള്ള കാര്യമായിരിക്കുമോ? വളർത്തുമകനെ സ്വന്തം മകനായിട്ട് കാണുന്ന ഒരു സമൂഹമായിരുന്നു ആ സമൂഹത്തിൽ. അതിന് മുഹമ്മദും ഉണ്ടായിരുന്നല്ലോ. അതെ, അവകാശങ്ങൾ, സ്വന്തം മകന്റെ അവകാശങ്ങൾ വളർത്തുമകനും കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ ഒരവസ്ഥയിൽ നിന്ന് അങ്ങനെ ചെയ്യുമ്പോൾ അപ്പൊ ആ നിലയിൽ തന്നെ ആളുകൾ കാണും എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആളുകൾ കാണും. അപ്പൊ ആളുകൾക്ക് എന്ത് തോന്നും? ആളുകൾക്ക് എന്ത് തോന്നുന്നു അങ്ങനെ തന്നെ കൂട്ടിക്കോ. ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു ഇതുകൊണ്ട് ബുദ്ധിമുട്ട് എന്താണെന്ന് ആളുകൾ എങ്ങനെ കാണും? ആളുകൾക്ക് എന്ത് അതല്ല. അപ്പൊ അവിടെ ഈ കാര്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, പ്രവാചകന് നേരെ ചാടി കയറി കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു എന്നുള്ള ഒരു കാര്യം അവിടെ വ്യക്തമാണ്. അല്ല, പക്ഷെ അത് പറയുന്നുണ്ടല്ലോ, മുഹമ്മദിന് അവളോടുള്ള ആസക്തി തോന്നി.
അവളോടുള്ള അതെവിടെ താല്പര്യം പറയുന്നത്? തോന്നി. ഈ ആയത്തിൽ പറയുന്നുണ്ടോ? ആയത്തിൽ ഞാൻ പറയുന്നുണ്ടോ? അതിന്റെ റെഫറൻസ് തന്നല്ലോ. ഈ ആയത്തിന്റെ അല്ലല്ല, റെഫറൻസ് ആയത്തിൽ തന്നിട്ടാണ് ഞാൻ. പറയുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ സഹിയായ അല്ലെങ്കിൽ ആയത്തിലെല്ലാം ഹസനായ ഹദീസിൽ പറയുന്നുണ്ടോ? പറയുന്നുണ്ടോ? ആയത്തിലെല്ലാം ഒന്നും പറയുന്നില്ലല്ലോ. പറയാത്ത കാര്യം അല്ലല്ല, അതിന്റെ നിങ്ങളിപ്പോ ഹിസ്റ്ററിക്കകത്ത് ആസക്തി പറയുന്നുണ്ട്. തോന്നി എന്നുള്ളതിന്റെ റെഫറൻസ് ഇങ്ങോട്ട് താട്ടെ. അതായത് തന്നല്ലോ. ഹദീസിന്നോ അൽ ഖുറാനിന്നോ? തബരി വോള്യം ഖുറാനിന്നോ? 8 പേജ് നമ്പർ 4. തബരിയില് 100 കണക്കിന് കാര്യങ്ങൾ, അത് പലരുടെ അഭിപ്രായങ്ങൾ അതിലുണ്ട്. അതെല്ലാം നിങ്ങൾ എടുക്കുവോ? ഈ നിങ്ങൾ ഇട്ടിരിക്കുന്ന റെഫറൻസ് തന്നെ അത് വേറൊരാളുടെ അഭിപ്രായമായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? അത് നിങ്ങൾ കണ്ടായിരുന്നോ? വേറൊരാളുടെ അഭിപ്രായമല്ല സഹോദര, അതാരാണെന്ന് അറിയാമോ? ആരാ അത്? ഒന്ന് പറഞ്ഞു, ആരൊന്ന് പറഞ്ഞു. യൂനസ് ചെയിൻ ഓഫ് ഇബ്നു നറേഷൻ ലാസ്റ്റിൽ ആരാ വരുന്നത്? ഇബ്നു ചെയിൻ ഓഫ് വഹാബ് എന്ന് നറേഷൻ പറഞ്ഞ പുള്ളി, ലാസ്റ്റിൽ ആരാ അദ്ദേഹം വരുന്നത്? ആരാണ്? ആരാണ്? അദ്ദേഹം ഒന്ന് പറഞ്ഞേ. അത് ചെയിൻ ഓഫ് ഇതല്ല പറഞ്ഞിരിക്കുന്നത്, ഒരാളുടെ പേരാണ് അവിടെ എഴുതി വഹബ് വെച്ചിരിക്കുന്നത്. അതൊന്ന് ഇബിൻ പറഞ്ഞാൽ മതി. സയ്യിദ്. വഹബ് ഇബിൻ സയ്യിദ്. ഏതാണ് എഴുതിയിരിക്കുന്നത്? യൂനിസ് ബിൻ അബ്ദുൽ അല ബിൻ ഇബ്നു വഹാബ് എന്നാണ് ആളുടെ പേര് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഇബിൻ ആസ് പെർ വഹബ്. ഹിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇബിൻ വഹബ്. ഇബിൻ സയ്യിദ്. ആ, ഇബിൻ സയ്യിദ്. മനസ്സിലായോ ആ. ഇത് ആരാന്നെന്ന്? ആരാണത്? ആരാ അത്? സയ്യിദിന്റെ മോൻ എന്ന് പറഞ്ഞാൽ ഏത് സയ്യിദാണ്? ഏത് ഏത് സയ്യിദാണ്? സയ്യിദാണെങ്കിൽ അത് തപ്പിയെടുക്ക്. ഇനി ഏത് സയ്യിദാണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്ന അല്ല, അവിടെ? പറഞ്ഞിട്ട് തോന്നുന്നു നിങ്ങൾ എന്താ ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന അവിടെ? ആധികാരികമായിട്ടല്ലേ പറഞ്ഞേ. അല്ല, എന്താ പറഞ്ഞിരിക്കുന്നില്ല, ആരെ പറഞ്ഞെന്നുള്ള ആദ്യം പറ, എന്നിട്ട് അപ്പൊ ചോദ്യത്തിലേക്ക് ചോദ്യം ഇനി നമുക്ക് തിരിച്ച് കുഴപ്പമില്ല. പറയുന്ന റൂട്ടിൽ തന്നെ ഫാൽക്കൻ ഇപ്പം ഒത്തിരി ഊരുണ്ടു. അവിടെ മാറില്ല. ഫാൽക്കൻ ഇപ്പൊ ഒത്തിരി ഊരുണ്ടു. അവിടെ തന്നെ നിൽക്കുക. ഇത് ഓതന്റിക്. ഞാൻ ഓടുന്നില്ല സഹോദരൻ, ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ആസക്തി തോന്നി എന്നുള്ളത് പ്രൂവ് ചെയ്യാതെ നിങ്ങൾ പ്രൂവ് ചെയ്തെന്നേ. ഏത് ഈ ഹൈലൈറ്റഡ് ഭാഗം ഒന്ന് വായിച്ചേ. ഹദീസ് കൊണ്ടൊന്നും ഹൈലൈറ്റഡ് ഭാഗം വായിക്കേ. ഹദീസ് കൊണ്ടാ. ഇത് ഹദീസല്ല. ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഭാഗം വായിക്കേ. ഇത്തരത്തിലുള്ള പല അഭിപ്രായങ്ങളും, പലരുടെ അഭിപ്രായങ്ങളും ക്രോഡീകരിച്ചിട്ടുണ്ട്. തബരി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിന്റെ അകത്ത് ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഭാഗം. ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഭാഗം വായിക്കൂ സഹോദര. ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ksu.edu.sa. അതായത് ARM ഫാൽക്കനെ പോലെ നമ്മ മലയാളി പണ്ഡിതന്മാര് എഴുതിയതല്ല അല്ലേ? അല്ല. ARM ഫാൽക്കൻ ഇപ്പം ഓരോരുത്തരെയും തള്ളി പോവാണ്. ഞാൻ ഞങ്ങൾക്ക് ഉൾക്കൊള്ളേണ്ട സഹോദര ഞാൻ പറഞ്ഞത് തബരി തന്നെ പറയുന്നത്. തബരിയുടെ പുസ്തകത്തില് നിങ്ങളാണ് ഫോക്കസ്. നിങ്ങളാണ് ARM focus on the evidence. ഇത് നിങ്ങളൊരു വലിയ വെബ്സൈറ്റ് ആയിട്ടിരിക്കുന്നത്. ഇതിന്റെ അകത്ത് ഏത് ഭാഗമാണ് വായിക്കേണ്ടതെന്ന് കൂടി നിങ്ങൾ പറഞ്ഞാൽ മതി. അത് ഞാനിപ്പം പറഞ്ഞു തരണോ? താങ്കൾ അതൊന്ന് സെർച്ച് ചെയ്യൂ. താങ്കൾ അത് നോക്കിയിട്ട് സെർച്ച് ചെയ്യൂ സഹോദര. ഞാൻ പറഞ്ഞു തരണോ ഏത് ഭാഗമാണ് ബ്രദറെ? ഈ ഭാഗം വായിക്കുക, ആ ഭാഗം വായിക്കുക. ഞാൻ സെർച്ച് ചെയ്ത് പറയണോ? അതല്ല ശരി. ഞാനിപ്പോ ഇത് ഫുൾ വായിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റൂല. നിങ്ങൾ പറഞ്ഞാൽ മതി. അതെന്നാ? അത് വായിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച് കേൾപ്പിച്ചാൽ മതി എന്താ ഇതിൽ എഴുതിയിരിക്കുന്നതെന്ന്. ഓക്കെ. അതിൻ്റെ and she stayed with him for a while. Then one day he came to Zaid asking for him, and he saw Zainab standing. She was white, beautiful, powerful, and one of the most perfect women of Quraysh. He kissed her and said, "Glory be to Allah who turns hearts." പുള്ളി വന്നിട്ട് എന്ത് ചെയ്തു? She was white, beautiful, powerful, and one of the most perfect women of Quraysh. He kissed her and said, "Glory be to Allah, the one who turns hearts." So Zainab heard about the praise. So she mentioned to Zaid. Zaid became aware and said, "O Messenger of Allah, give me permission to divorce her. For there is arrogance in her. She is arrogant towards me and hurts me with her tongue."
So Muhammad എന്താ പറഞ്ഞ്? Keep your husband and fear Allah. It was said, Allah sent a wind and lifted the curtain while Zainab was sitting in her house. And he saw Zainab, it fell upon him. And it occurred in Zainab's soul that it fell upon the soul of Prophet. അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇറ്റ് ഫെൽ അപ്പോൺ ഹിം. ആ മുഹമ്മദിന്റെ ഹൃദയത്തിൽ ആ താല്പര്യം തോന്നി. മുഹമ്മദിന്റെ ഹൃദയത്തിൽ ഈ താല്പര്യം തോന്നിയ കാര്യം സൈനബിന്റെ ഹൃദയത്തിലും തോന്നി. അപ്പോഴും സൈനബ് സൈദുമായി നിക്കാഹ് ബന്ധത്തിൽ ഇരിക്കുകയാണ്. ഞാൻ പറയുന്നത് കള്ളമല്ലല്ലോ. ARM ഫാൽക്കം ഫോളോ ചെയ്യുന്നുണ്ടല്ലോ എന്നെ, ശരിയല്ലേ? കേക്കണ്ട പറഞ്ഞോളൂ. നമ്മൾ രണ്ടുപേരും ഫോളോ ചെയ്യുന്ന ബ്രദർ അങ്ങ് വായിക്കുന്നേ ധൈര്യത്തോടെ. ഇല്ല വായിച്ചു. Allah sent a wind. ഈ കർട്ടൻ ആരാ ഊതി പറപ്പിച്ചേ? Allah sent a wind and lifted the curtain while Zainab was sitting in her house. He saw Zainab and it fell upon him, and it occurred to Zainab's soul that it fell upon the soul of the Prophet. That was when he came asking for Zaid. So Zaid came and she informed him of that. So it occurred to Zaid to divorce her. Ibn Abbas said, and you hide within yourself your love for her. ഇബൻ അബ്ബാസ് ആണ് പറയുന്നത്, ഇങ്ക് ഓഫ് ദ ഉമ്മ പറയുകയാണ്, യു ഹൈഡ് വിതിൻ യുവർ സെൽഫ് യുവർ ലവ് ഫോർ ഹെർ. വേറെ ഒരു പുരുഷന്റെ ഭാര്യയോടുള്ള സ്നേഹം നീ നിന്റെ ഹൃദയത്തിൽ, ഇതിനെയാണ് അഡൽട്ടറി എന്ന് പറയുന്നത്, നീ നിന്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചു. യു ഫിയർ പീപ്പിൾ, ദാറ്റ് ഈസ് യു മേക്ക് ദം ഷൈ. ആൻഡ് ഇറ്റ് വാസ് സെഡ്, യു ഫിയർ ആൻഡ് ഹേറ്റ് ദ ബ്ലെയിം ഓഫ് ദ മുസ്ലിംസ് ഇഫ് യു സേ ഡിവോഴ്സ് ഹെർ. മുസ്ലിങ്ങൾ എല്ലാവരും കൂടെ നീ ഇങ്ങനെ പറയാണ് അവനോട്, സൈദിനോട് ഡിവോഴ്സ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ എല്ലാവരും ബ്ലെയിം ചെയ്യും നിന്നെ, അത് നിനക്ക് പേടിയാണ്. Divorce her. And they say, he commanded a man to divorce his wife, then he married her when he divorced her. അവരിങ്ങനെ പറയും, നീ ഒരു പുരുഷനോട് അവനുടെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാൻ പറഞ്ഞു, എന്നിട്ട് അവളെ നിക്കാഹ് ചെയ്തു, അവനെ കൊണ്ട് ഡിവോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് എന്ന് അവർ പറയും. Allah is more worthy that you should fear him. പക്ഷേ അവര് പറയുന്നു, നീ കണ്ട, അള്ളാഹു ആണ് ഭയങ്കര സംഭവം, അള്ളാഹു ആണ് കൂടുതൽ വഴുതി, പേടിക്കാൻ നീ അർഹൻ അള്ളാഹു തന്നെയാണ്. It was said that Allah has more right for you to be ashamed of him and not in order Zaid to hold his wife after Allah informed you that she would be your wife. So Allah blame him for all of this. അള്ളാഹു അപ്പോഴത്തേക്കിനും മുഹമ്മദിനെ ബ്ലെയിം ചെയ്യുക, എടാ ഞാൻ നിന്റെ ഹൃദയത്തിൽ ഈ സ്നേഹം ഓൾറെഡി കണ്ടു കഴിഞ്ഞു, പിന്നെ എന്നാ പ്രശ്നം? It was narrated on the authority of Ali ibn al-Hussein that the Prophet had been revealed to him by Allah Almighty that Zaid would divorce Zainab and that he would marry her with Allah's marriage to her എന്ന് പറഞ്ഞ് ഈ പരിപാടി താഴോട്ട് പോവുകയാണ്. ജൂതന്റെ വെബ്സൈറ്റ് അല്ല ഇത്, ക്രിസ്ത്യാനിയുടെ വെബ്സൈറ്റ് അല്ല ഇത്, കിങ്ഡം ഓഫ് സൗദി അറേബ്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിനകത്ത് വളരെ വ്യക്തമായി, ഇതൊരു ഭാഗമല്ല, താഴെ മുഴുവൻ ഭാഗം ARM വായിച്ചു കഴിഞ്ഞാൽ ARMന് മുഴുവൻ ചെയിനും മനസ്സിലാകും. To divorce her, Ibn Abbas said, you hide within yourself your love for her. അതെങ്ങനെ? അത് മറ്റൊരാൾ പറയുന്നതല്ലേ. ഫാൽക്കണെ സൗന്ദര്യമല്ല കണ്ട, തൊടയാ കണ്ടത്. അത് തെറിവിളി, അതല്ലേ ഈ പറയുന്ന തെറിവിളി ആശാന്മാർക്ക്. എന്റെ ARM വെറുതെ ചുമ്മാ ചാടി കളിക്കല്ലേ ARM. ആ ഭാഗം വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു. ഞാൻ എന്തോ പറഞ്ഞേ, he saw Zainab and it fell upon him and it occurred to Zainab's soul that it fell upon him. അവളോടുള്ള താല്പര്യം മുഹമ്മദിന്റെ ഹൃദയത്തിൽ വീണു, fell upon him. ഇതെവിടെയാണ് നിങ്ങൾ വായിച്ചത് ഭാഗം? ബ്രദറെ, ആ കാറ്റ്, വിൻഡ് എന്ന് എഴുതിയിട്ടില്ലേ? അല്ലാ സെന്റ് എ വിൻഡ്, അല്ലാഹു കാറ്റയക്കുന്നു. അല്ലാഹുവിന് വേറെ പരിപാടി ഒന്നുമില്ല, പ്രപഞ്ച സൃഷ്ടാവ് കാറ്റടിപ്പിക്കുന്നു. ആൻഡ് ലിഫ്റ്റഡ് ദ കർട്ടൻ, കാറ്റടിച്ച് കർട്ടൻ മേളിലോട്ട് ആകുന്നു. വൈൽ സൈനബ് വാസ് സിറ്റിംഗ് ഇൻ ഹെർ ഹൗസ്, ഹി സോ സൈനബ് ആൻഡ് ഇറ്റ് ഫെൽ അപ്പോൺ ഹിം. കിട്ടിയോ? അറബിക്കിന്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ കിട്ടിയിട്ടില്ലെങ്കിലും ഇറ്റ് ഫെൽ അപ്പോൺ ഹിം, അവളോടുള്ള താല്പര്യം മുഹമ്മദിന്റെ ഹൃദയത്തിൽ വീണു.
ആ സെയിം പരിപാടി അത് സൈനബിനും മനസ്സിലായി. അത് നിങ്ങൾ കൊടുക്കുന്നതാണ്. ഇറ്റ് ഫെൽ അപ്പോൺ ഹിം ഞാൻ എന്ന് കൊടുക്കുന്നതല്ല, പറയുന്നത്. താഴോട്ട് വായിക്ക്. ഇബിൻ അബ്ബാസും അത് തന്നെയാ പറയുന്നത്. ഇബിൻ അബ്ബാസ് എന്തോ പറഞ്ഞത്? ഇബിൻ അബ്ബാസ് രേഖപ്പെടുത്തുന്ന ഭാഗം അത് തന്നെ. ഇബിൻ അബ്ബാസ് പറഞ്ഞു, ആൻഡ് യു ഹൈഡ് വിതിൻ യുവർ സെൽഫ് യുവർ ലവ് ഫോർ ഹർ. ഷീ ഈസ് എ മാരീഡ് വുമൺ, ഷീ ഈസ് എ ഇത് നോൺ ഇത് മെഹറം. ഇബ്നു അബ്ബാസ് അല്ല ഇതിന് ഇബ്നു അബ്ബാസ് പറയുന്നു എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതൊരു ഇബിൻ അബ്ബാസ് ഹദീസിലുള്ള ആരാ? കാര്യങ്ങളൊന്നും അല്ല. ആരാ ഇബിൻ അബ്ബാസ്? ആരാ ഇതില് ഹദീസിലുള്ള ആരാ കാര്യമല്ല ഇബിൻ ഇത്. അബ്ബാസ്? ആരാ ഞാൻ പറയട്ടെ, ഇബ്നു ഇബിൻ അബ്ബാസ്? ആരാ അബ്ബാസ് ഇബ്നു അബ്ബാസ് സഹാബിയാണ്. സഹാബിയാണ്? തോട്ടിക്കളയാമോ? പക്ഷെ അത് ഹദീസ് അല്ല, ഹദീസ് തോട്ടിക്കളയാമോ? ബേസിലാണ് ഞാൻ തോട്ടിക്കളയാമോ? ഇബ്നു അബ്ബാസ് പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലോ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും കേൾക്കേണ്ട കാര്യം തോട്ടിക്കളയാം. പക്ഷെ അത് ഹദീസ് ആണെങ്കിൽ ഇനിയും മാത്രമേ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഫാൽക്കൻ അറിയാത്തത് കൊണ്ടാണ്. ഫാൽക്കനെ, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നോ, ഈ സൂറ 33-ന്റെ 37-ഉം സൂറ 33-ന്റെ 50-ഉം കണക്റ്റഡ് ആണ്. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഇവിടെ തന്നെ നിക്ക്. ഇല്ല, ഞാൻ പറയുന്നത് കേൾക്ക്. ഇത് പറയുന്നത് കേൾക്ക് സർ. ഇത് നിങ്ങൾ ഇത് എങ്ങനെയാണ് താല്പര്യമായ, ഇത് എന്താണ് ഇതിലുള്ള പ്രശ്നം എന്നുള്ളതിലേക്ക് തന്നെ നിൽക്കുക. അവിടെ തന്നെ നിൽക്കുക. നിങ്ങൾ മാറിപ്പോകല്ലേ. എനിക്ക് ഇങ്ങനെ പറഞ്ഞു പോയാൽ അതാണ് നിങ്ങളുടെ പരിപാടി. താല്പര്യം ഒരു നിക്കാഹ് ബന്ധത്തിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയോടുള്ള താല്പര്യം മുഹമ്മദിന്റെ ഹൃദയത്തിൽ വീണോ? അതല്ലേ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ഓൾറെഡി നിക്കാഹ് ബന്ധത്തിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ, ബ്രദറെ, എന്റെ പൊന്നു സഹോദര, ഓൾറെഡി, എന്റെ പൊന്നു ഫാൽക്കനെ, ഓൾറെഡി നിക്കാഹ് ബന്ധത്തിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയോടുള്ള താല്പര്യം മുഹമ്മദിന്റെ ഹൃദയത്തിൽ വീണോ? ഇല്ല. താല്പര്യം ഉണ്ടായെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? ഓക്കെ, നമുക്കൊന്ന് ചോദിക്കാമല്ലോ. താങ്കൾ മാത്രമല്ല ഈ വെബ്സൈറ്റ് കാണുന്നത്, താഴെ ഇരിക്കുന്ന എല്ലാവരും കാണുന്നുണ്ട്. താഴെ ഇരിക്കുന്ന സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും, താഴെ ഇരിക്കുന്നവർ നിങ്ങൾ പറഞ്ഞ ഇതേപോലെ ചെയ്യാതിരിക്കുന്ന കുറെ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. അത് പോട്ടെ, നിങ്ങൾ എന്നോട് നേരിട്ട് സംസാരിക്കുക. കുഴപ്പമില്ല, എന്നാലും നമുക്കൊന്നും കേൾക്കാമല്ലോ. മുഹമ്മദിന് അവളോടുള്ള താല്പര്യം തോന്നിയത് അവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? കുറെ പേര് അവിടെ അടിമകളുണ്ട് സുഹൃത്ത്, എനിക്കറിയാം. കുറെ കാലം എന്റെ സഹോദര, ഞങ്ങള് മുസ്ലിങ്ങളല്ലെന്നേ. അടിമകൾ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ, മനസ്സിലായോ? ക്രിസ്ത്യാനികൾ അടിമയില്ല, അവര് തലച്ചോറ് കൊണ്ട് യൂസ് ചെയ്യുന്നവരാണ്. ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കുറെ പേര് അവിടെ വന്നിരിക്കാറുണ്ട്. അതിപ്പോ ആൾ കുറവാണ് കുറെ കാലമായിട്ട്. എന്നാലും കേട്ടിട്ട് അവർ ഓൾറെഡി നിക്കാഹ് ബന്ധത്തിൽ ഇങ്ങനെ തെറി വിളിച്ച് എന്ത് ആർക്കിത് ആസ്വദിക്കാൻ പറ്റും? ഇരവാദം മുഴക്കാതെ വിഷയത്തിൽ നിൽക്കൂ. പറഞ്ഞോളൂ. ഓക്കെ സഹോദരന്മാരെ, മുഹമ്മദിന് വേറെ ഒരു സ്ത്രീയോട്, ഓൾറെഡി നിക്കാഹ് ബന്ധത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീയോട് താല്പര്യം തോന്നിയോ? യെസ് ഓർ നോ? ഈ റെഫറൻസ് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? യെസ് ഓർ നോ? അവളോടുള്ള താല്പര്യം, അവളോടുള്ള സ്നേഹം മുഹമ്മദിനുണ്ടായിരുന്നു. ആൻഡ് യു ഹൈഡ് വിതിൻ യുവർ സെൽഫ് യുവർ ലവ് ഫോർ ഹർ. യു ഫിയർ പീപ്പിൾ, ദാറ്റ് ഈസ് യു മേക്ക് ദം ഷൈ. അത് ഇബ്നു അബ്ബാസ് പറയുന്നതായിട്ടല്ലേ പറയുന്നത്? ഇബ്നു അബ്ബാസിനകത്ത് മുഹമ്മദ് പറഞ്ഞിട്ടല്ല ഇബ്നു അബ്ബാസ് എഴുതി വെച്ചത്. അതെങ്ങനെയാണ് അറിയുന്നത്? അത് ഇതൊന്നും എഴുതിയില്ല, ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസ് സ്വന്തം കൈകൊണ്ട് അങ്ങിട്ട് പറഞ്ഞാന്നോ? എങ്ങനെയാണ്? അതല്ലേ നിങ്ങളാണ് മറുപടി പറയണ്ടേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഞാൻ മറുപടി തരണം അല്ലേ? തഫ്സീറുകളോ അല്ലെങ്കിൽ അതിന്റെ ഞാൻ മറുപടി തരണം അല്ലേ? അതിന് നമുക്ക് അതിന് ഇതായിട്ട് എടുക്കുന്നതല്ല. അത് റഫറൻസ് ഗ്രന്ഥങ്ങൾ മാത്രമാണ്, പ്രാമാണികമായിട്ടുള്ള ഗ്രന്ഥങ്ങളല്ല. ഈ സൈനബിനെ ഇങ്ങനെ പകുതി തുണി കാണുമ്പം ഈ മുഹമ്മദ് പറയുന്ന ഒരു വർത്താനം ഉണ്ടല്ലോ, ഹൃദയങ്ങളെ മാറ്റുന്ന അള്ളാഹുവിന്റെ സ്തുതി എന്ന് പറഞ്ഞൊരു ഒരു വാചകം പറയുമല്ലോ. മുഹമ്മദ് താല്പര്യം ഇല്ലെങ്കിൽ അതിന് അങ്ങനെ പറയുന്നേ. ഇത് കാണുമ്പം ഹൃദയങ്ങൾ എന്തിനാണ് മുഹമ്മദിന്റെ മാറിപ്പോയത്? ഹൃദയങ്ങളെ മാറ്റിമറിക്കുക. ഈ തബരി ഇതിലാണ് പറയുന്നത്. ഓക്കെ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവിനെ അതാ ചോദിച്ചത്. മുഹമ്മദിന് താല്പര്യം ഇല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ മുഹമ്മദിന്റെ ഹൃദയം മാറി മറിഞ്ഞെന്നാ ചോദിക്കുന്നത്? മാറി മറയ്ക്കുന്ന അള്ളാഹുൽ ഞാൻ ശരണം തേടുന്നു എന്നാണ് പറയുന്നത്. ശരണം തേടുന്നു തന്നെയാണെന്നും എനിക്ക് വ്യക്തമല്ല, കറക്റ്റ്. അത് കറക്റ്റാ, പക്ഷെ അത് കറക്റ്റാ. വൈദ്യം കൽപ്പിക്കുന്നതും രോഗി ഇച്ഛിക്കുന്നതും ഒന്ന് തന്നെയാണെന്നൊരു